ചാല് കിടക്കുന്ന അതാ ആ ടോപ്പ് ചാല് കണ്ടെങ്കിൽ അതാ ഈ ടോപ്പ് അത്രയും ഹൈറ്റ് നിങ്ങൾക്ക് താഴോട്ടൊരു 8-9 മീറ്റർ 10 മീറ്റർ ഹൈറ്റ് ഉണ്ടാവില്ലേ താഴോട്ട്. ആ ഹൈറ്റിൽ ചളി ഒന്നായിട്ട് ഒലിച്ചിട്ട് ആ ചാല് കൂടി പോയി താഴെ വീണതാണ്. ശരിക്കും ഇത് ഉരുൾപൊട്ടി തന്നെയാണ് ഇത് സംഭവം. പരാതികൾ വിവിധ വകുപ്പുകളിൽ കൊടുത്തിട്ടും ക്വാറി ഉടമകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലാണ് അധികാരികൾ. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എരമംഗലം പ്രദേശത്ത് വർഷങ്ങളായുള്ള കരിങ്കൽ ഖനനം മൂലം നിലവിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. നിരവധി തവണ അധികാരികൾക്ക് മുന്നിൽ പരാതിയുമായി ചെന്നെങ്കിലും ഖനന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവാത്ത പശ്ചാത്തലത്തിലാണ് പ്രദേശവാസികൾ സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ബാലുശ്ശേരി പഞ്ചായത്തിലെ 13-14 വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന കരയാണിമല, ഉരക്കുനിമല കേന്ദ്രീകരിച്ചും ചുള്ളിയുള്ളമല, കോമത്തുചാൽ കേന്ദ്രീകരിച്ചും നടക്കുന്ന കരിങ്കൽ ഖനനം മൂലം തങ്ങളുടെ ഗ്രാമം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമാണുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്തെ നീർച്ചാലുകളിലെ വെള്ളം മലിനമാവുകയും നിരന്തരമായ ഖനന പ്രവർത്തനങ്ങൾ കാരണം മണ്ണിടിച്ചിൽ പോലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾ പ്രദേശത്ത് തുടർക്കഥയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലും പരാതികൾ അവഗണിച്ച് അധികാരികൾ ക്വാറി മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നാണ് ജനങ്ങളുടെ ആരോപണം. പ്രദേശത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് വാർഡ് മെമ്പർ കൂടിയായ ഉമാമഠത്തിൽ മറുനാടനോട് പ്രതികരിക്കുന്നു. അതായത് എരമംഗലത്ത്, ബാലുശ്ശേരി പഞ്ചായത്തിലെ എരമംഗലത്ത് 13-14 വാർഡുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വാറി, അതുപോലെ ക്രഷർ, ഇവ മൂലം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങള് ഒട്ടനവധിയാണ്. ഇതിനെതിരെ ഞങ്ങള് എല്ലാ വകുപ്പ് മേധാവികൾക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിലും ഒക്കെ പരാതി നൽകിയിട്ടും അതിന് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നടപടി ഈ അധികാരികളൊന്നും എടുക്കുന്നില്ല. അതിനെതിരെയാണ് കളക്ടറേറ്റിലേക്ക് ഇന്ന് ബഹുജന മാർച്ച്. ഞങ്ങളുടെ ഭാഗത്ത് ധാരാളം പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കോക്കല്ലൂര് എരമംഗലം റോഡ് മുഴുവൻ അവിടെ അവിടെയായിട്ട് കുഴികള്, വലിയ ഗർത്തങ്ങളാണ്. 2 വീലറിലും അതുപോലെ 4 വീലറിലും ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്കൂളിന്റെ തൊട്ടടുത്തൊരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികൾക്ക് നടന്നു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പൊടിപടലങ്ങൾ മൂലം ജനങ്ങള് ശ്വാസകോശ രോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ കിണർവെള്ളം മലിനമായിരിക്കുകയാണ്. കുടിക്കാൻ വെള്ളം ഇല്ല. അതുപോലെ തന്നെ ഈ ക്വാറിയിൽ നിന്നും പ്രഷറിനും ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ മൂലം ചുറ്റുപാടുമുള്ള വീടുകൾക്കൊക്കെ വിള്ളൽ വന്നിട്ടുണ്ട്, ചുമരൊക്കെ വിട്ട് കീറിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങള് നിരവധി പരാതികൾ കൊടുത്തിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച്. ഞങ്ങൾ നിരവധി ഓഫീസുകളിലേക്ക് വിവരാവകാശ രേഖകളും അതുപോലെ തന്നെ പരാതികളും കൊടുത്തിട്ടും പരാതിക്കാരെ അന്വേഷിക്കാതെ ഓഫീസുകളിലുള്ള ഉദ്യോഗസ്ഥര് ക്വാറിയും ക്രഷറും സന്ദർശിച്ചു പോകാന്നല്ലാണ്ട് ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. അധികാരികള് ഒന്നും കണ്ണു തുറക്കാത്തൊരവസ്ഥയാണ്. പരാതി കൊടുത്തിട്ട് യാതൊരു ഫലമില്ലാത്തൊരവസ്ഥയാണ്. ഈ പരാതികള് വിവിധ വകുപ്പുകളിൽ കൊടുത്തിട്ടും ക്വാറി ഉടമകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലാണ് അധികാരികളുള്ളത്. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് തീർത്തും ഒരു പരിഗണന ഇല്ലാത്ത അവസ്ഥയാണ്. ഇനിയും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാര് മറുപടി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങളൊരു തുറന്ന ജനകീയ സമരത്തിലേക്ക്, പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നാണ് അറിയിക്കാൻ കഴിയുന്നത്.